കർണാടകയിലെ കൊല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന മൂകാംബിക ക്ഷേത്രം പാർവതി ദേവിയുടെ ശക്തമായ ഒരു അവതാരമായ ദേവി മൂകാംബികയുടെ ഒരു പുണ്യവാസസ്ഥലമാണ്. എന്നാൽ അതിലെ നിരവധി അത്ഭുതങ്ങളിൽ നൂറ്റാണ്ടുകളായി ഭക്തരെ ഒരു നിഗൂഢത അലട്ടുന്നു. ഒരിക്കലും അണയാത്ത വിളക്ക്. മൂകാംബിക ദേവിയുടെ ദിവ്യ ദർശനം ലഭിച്ചതിനു ശേഷം ആദിശങ്കരാചാര്യർ ഈ ക്ഷേത്രം സ്ഥാപിച്ചുവെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. ദേവിയുടെ നിത്യസാന്നിധ്യത്തിന്റെ അടയാളമായി ഒരു പവിത്രമായ വിളക്ക് അവിടെ കത്തിച്ചു. നൂറ്റാണ്ടുകളായി ഒരിക്കലും അണഞ്ഞിട്ടില്ലാത്ത ഒരു വിളക്ക്. കൊടുങ്കാറ്റുകൾ, കനത്ത മഴ, കാലം കടന്നുപോകൽ എന്നിവ ഉണ്ടായിരുന്നിട്ടും പ്രകൃതിയുടെ ശക്തികൾ സ്പർശിക്കാതെ വിളക്ക് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. പുരോഹിതന്മാർ വിളക്ക് എപ്പോഴും കത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. പക്ഷേ എണ്ണ ഒഴിക്കാത്തപ്പോഴും അതിൽ കത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ദിവ്യശക്തി ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. ചിലർ അവകാശപ്പെടുന്നത് ദേവി തന്നെ അതിനുള്ളിൽ സന്നിഹിതയാണെന്ന് തോന്നിപ്പിക്കുന്ന ജ്വാല മിന്നിമറയുന്നതും നൃത്തം ചെയ്യുന്നതും കണ്ടിട്ടുണ്ടെന്നാണ്. ദേവി മൂകാംബിക അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതുപോലെ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ച ഭക്തരുടെ കഥകളുണ്ട്. മറ്റു ചിലർ അതിന്റെ ശക്തി പരീക്ഷിക്കാൻ ശ്രമിച്ച സന്ദേഹവാദികളെക്കുറിച്ച് പറയുന്നു. പക്ഷേ ദിവ്യ ഇടപെടൽ അവർക്ക് നേരിടേണ്ടി വന്നു. ചിലർക്ക് താൽക്കാലികമായി കാഴ്ച നഷ്ടപ്പെട്ടു. മറ്റുള്ളവർ വിശദീകരിക്കാനാകാത്ത ഭയത്താൽ വലഞ്ഞു. ഈ വിളക്ക് ഒരു അത്ഭുതമാണോ, ദിവ്യ രഹസ്യമാണോ, അതോ ക്ഷേത്ര പുരോഹിതന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു പുരാതന രഹസ്യമാണോ? ശാസ്ത്രജ്ഞരും ഭക്തരും ഇപ്പോഴും ആശ്ചര്യപ്പെടുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: മൂകാംബികയുടെ നിത്യജ്വാല പ്രകാശിക്കുന്നത് തുടരുന്നു. ദേവിയുടെ കൃപ തേടുന്ന എല്ലാവരെയും നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു.